Hello guys and welcome back to my channel. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇതിന് മുമ്പും കുറേ അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയൊരു അൺബോക്സിങ് വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. നമുക്ക് റോയൽ എൻഫീൽഡിൽ നിന്ന് 2 ബോക്സ് വന്നിട്ടുണ്ട്. 2 ബോക്സ് എങ്ങനെയാണ് വന്നത്, എന്തിനാണ് വന്നതെന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇത് അൺബോക്സ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് ഞാൻ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നമുക്കൊന്ന് 2 റോയൽ എൻഫീൽഡിൻ്റെ ബോക്സ് ഇപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം. ആദ്യത്തെ ബോക്സിൽ എന്താ ഉള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ എൻ്റെ ക്യൂരിയോസിറ്റിയും കൂടി ഞാൻ ഓൾറെഡി തന്നെ ഇത് അൺബോക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതിനകത്ത് 2 ഐറ്റംസാണ് വന്നിരിക്കുന്നത്. ഒന്നൊരു ജാക്കറ്റും പിന്നെ ഒരു ഹെൽമെറ്റാണ്. അപ്പോൾ ജാക്കറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. റോയൽ എൻഫീൽഡ് തന്നെ സ്റ്റോം റൈഡർ എന്ന് പറഞ്ഞൊരു ജാക്കറ്റാണ്. സ്റ്റോം റൈഡർ എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി മൺസൂൺ സീസണിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നനഞ്ഞു കഴിഞ്ഞാലും ഉള്ളിലേക്ക് വലിയ കാര്യമായിട്ട് നനവ് ഇറങ്ങത്തില്ല. ഇതിൻ്റെ ഉള്ളിൽ തന്നെ റെയിൻ ലൈനർ പോലത്തെ സംഭവമുണ്ട്. പിന്നെ അത്യാവശ്യം ലെവൽ 2 പ്രൊട്ടക്ഷനാണ് എല്ലായിടത്തും. രണ്ടാമത്തെ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റാണ്. അതായത് റോയൽ എൻഫീൽഡിൽ നിന്ന് വരുന്ന ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റാണ്. ഫുൾ റിമൂവബിൾ വാഷബിൾ ലൈനിങ് ഉള്ളൊരു ഹെൽമെറ്റാണ്. കാണാൻ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല അടിപൊളി ഒരു യെല്ലോ അല്ല ഒരു ഓറഞ്ച് വൈറ്റ് കോമ്പിനേഷനിലുള്ളതാണ്. അത്യാവശ്യം നല്ല അടിപൊളി ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷൊക്കെ കാണുന്നുണ്ട്. നല്ല അടിപൊളി പെയിൻറ്റ് ഫിനിഷാണ്. ഇതിൻ്റെ വില എനിക്ക് തോന്നുന്നു ഏകദേശം 3,500 ആ റേഞ്ചിൽ വരുന്നൊരു. നമുക്ക് രണ്ടാമത്തെ ബോക്സ് തുറക്കാം. രണ്ടാമത്തെ ബോക്സിൽ കുറേ ഐറ്റംസ് ഉണ്ട്, കുറേ കുഞ്ഞു ഐറ്റംസും. അതിൽ വരുന്നൊരു മെയിൻ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. മെയിനായിട്ട് ഞാൻ അവസാനം കാണിച്ചു തരാം. കുഞ്ഞു ഐറ്റംസിൽ ഫസ്റ്റ് വരുന്നത് ഒരു ചെറിയൊരു സ്കെയിൽ മോഡലാണ്. നമ്മുടെ ക്ലാസിക് 350യുടെ ഒരു ചെറിയൊരു സ്കെയിൽ മോഡൽ. പിന്നെ ഒരു ചെറിയൊരു എന്താ പറയുക, അതും ക്ലാസിക് 350യുടെ തന്നെ ചെറിയൊരു ഗ്ലാസിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ഞാൻ കാണിച്ചു തരാം. എനിക്കത് എന്താ സംഭവം എന്ന് കറക്റ്റായിട്ട് അറിയില്ല. ഇതാണ് ഐറ്റം, ചെറിയൊരു ഗ്ലാസ് മോഡലോ അങ്ങനെ എന്തുവാണ് ഇതിന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ചെറിയൊരു ഐറ്റം. പിന്നെ അടുത്തത് ഇതും ഒരു മെയിൻ ഐറ്റമാണ്, ഞാൻ അവസാനം കാണിച്ചു തരാം. പിന്നെ വരുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കപ്പ് വരുന്നുണ്ട്. ചായ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി കപ്പാണ്. ഈ നമ്മുടെ മെയ്ഡ് ലൈക്ക് ഗൺ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു കപ്പ് വരുന്നുണ്ട്. അത് കൂടാണ്ട് പിന്നെ നമ്മുടെ പാൻറ്റിൻ്റെ സൈഡിലൊക്കെ കൊളുത്തിടാൻ പറ്റിയ ഒരു ചെറിയൊരു ലെതർ പൗച്ച് പോലത്തെ ഒരു ഐറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു പോസ്റ്ററാണ് റോയൽ എൻഫീൽഡ് തന്നെ. ഈ കാണുന്ന സെയിം സാധനം തന്നെ വലുതായിട്ട് പോസ്റ്റർ തുറന്ന് കാണിക്കാൻ പറ്റത്തില്ല. ഞാൻ എവിടെയെങ്കിലും ഒട്ടിക്കുമ്പോൾ പിന്നെ ഞാൻ സ്റ്റാറ്റസ് ആയിട്ട് ഇടാം. അതൊരു ഐറ്റം ഉണ്ട്. പിന്നെ ഉള്ളത് റൈഡർ മാനിയൻ്റെ ഒരു കുത്തുന്ന ഒരു സാധനമാണ്. നമ്മുടെ ജാക്കറ്റിലൊക്കെ കുത്തി വയ്ക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. അതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ്ജാണ്. ജാക്കറ്റിൽ കുത്താൻ മെയ്ഡ് ലൈക്ക് ഗണ്ണിൻ്റെ ഒരു ചെറിയൊരു പിൻ ബാഡ്ജ് പോലെ തന്നെ ഉള്ളൊരു സംഭവമാണ്. ചെറിയ ഐറ്റംസാണ്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഒരു ഗ്ലൗ ആണ്. ഇത് ആക്ച്വലി വാട്ടർ പ്രൂഫ് ഗ്ലൗ, ഇൻ്റർപിറ്റ് ഗ്ലൗ എന്നാണ് ഇതിന് പറഞ്ഞത്. ഇത് വാട്ടർ പ്രൂഫാണ്. ഇൻ്റർപിറ്റ് ഇസ് എ റെയിൻ പ്രൂഫ് ഗ്ലൗ ദാറ്റ് കംസ് വിത്ത് എ വാട്ടർ പ്രൂഫ് മെമ്പറൈൻ. അപ്പോൾ ഇത് നമുക്ക് മെയിനായിട്ട് ഇപ്പോഴത്തെ മൺസൂൺ ട്രൈഡിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. ഇത് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇനി വരുന്നത് ഒരു റൈഡിങ് പാൻസാണ്. ഇതും സ്റ്റോമിൻ്റെ അതായത് നമ്മുടെ മൺസൂൺ സീസണിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഇതാണ്. ഞാനത് പുറത്തേക്ക് സീരീസിൽ വരുന്ന ഒരു റൈഡിങ് പാൻറ്റാണ്. അത്യാവശ്യം നല്ല ലെവൽ 2 പ്രൊട്ടക്ഷനും ഇവിടെ നമുക്ക് എയർ കിടക്കാനുള്ളൊരു പ്രൊവിഷൻ. അതായത് സപ്പോസ് നമ്മളിപ്പോൾ എപ്പോഴും മഴ പെയ്യില്ലല്ലോ, അപ്പോൾ നമുക്കിതിങ്ങനെ പൊക്കി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചെറുതായിട്ട് എയർ അകത്തേക്ക് കയറാൻ പറ്റുന്ന രീതിയിലാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ തെർമൽ ലൈനറും വരുന്നുണ്ട്. ഇത് ഞാൻ ഇട്ട് നോക്കിയായിരുന്നു, നല്ല അടിപൊളി ഫിറ്റാണ്. ഞാൻ റോയൽ എൻഫീൽഡിൻ്റെ പാൻസ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ അടുത്ത റൈഡ് പോകുമ്പോൾ എന്തായാലും ഡെഫിനറ്റായിട്ട് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ്സൊക്കെ എന്തിനാണ് എനിക്ക് അയച്ചു തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാഗ്രാം വഴിയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം കുറച്ച് ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് നമ്മുടെ പ്രൊഫൈൽ അത്യാവശ്യം ഡീസൻ്റായിട്ട് ക്രിയേറ്റേഴ്സ് പ്രൊഫൈൽ, ട്രാവലർ പ്രൊഫൈലായിട്ട് ഇരുന്നുകൊണ്ട് അവർ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ അവർക്ക് ഇതിൽ നിന്നുള്ള റിട്ടേൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ അത്യാവശ്യം റൈഡ് ചെയ്യുന്ന ആൾക്കാർ, അതായത് അത്യാവശ്യം ഇപ്പോൾ മൺസൂൺ സീസൺ ആയതുകൊണ്ട് നമ്മൾ അത്യാവശ്യം റൈഡ് ചെയ്യുന്നതുകൊണ്ട് ഈ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവർക്ക് റിയൽ ടൈം ഫീഡ്ബാക്ക് അത് എന്തായാലും അവർക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു റൈഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിലുള്ള റിയൽ ടൈം ഫീഡ്ബാക്ക് സ്റ്റോറീസിലൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് അല്ലെങ്കിൽ അതുകൂടാതെ തന്നെ നാച്ചുറലായിട്ട്, അതായത് ഇവർ റോയൽ എൻഫീൽഡ് അക്സസറീസ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലുതാണ്. അപ്പോൾ അവരിത് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്, വണ്ടിയുടെ കൂടെ തന്നെ സെയിൽ ചെയ്യാൻ കുറേ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ഓരോ ഏരിയയിൽ നിന്നൊരു കുറച്ച് പർട്ടിക്കുലർ ഇൻഫ്ലുവൻസേഴ്സിനെ സെലക്ട് ചെയ്തു. അതായത് റൈഡിങ്, അതായത് റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിൾ യൂസ് ചെയ്യുന്നവരാണ് റോയൽ എൻഫീൽഡ് സെലക്ട് ചെയ്യുള്ളൂ മോസ്റ്റ്ലി. അപ്പോൾ അവർ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഇങ്ങനെ പ്രോഡക്ട്സ് ഒരു തവണ നമുക്ക് അതിൽ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അവർ പുതിയ പ്രോഡക്ട്സ് വരുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ 2 രീതിയിൽ
അത് നമുക്ക് പോയിക്കൊണ്ട് ഇതിന് നമുക്ക് വേറെ പെയ്ഡ് പാർട്ട്ണർഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് പ്രോഡക്റ്റ്സ് തരും, നമ്മൾ ആ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ട് അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കുക, അവർക്ക് കുറച്ച് കണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അത് നമ്മുടെ ഇതിൽ പ്രൊഫൈലിൽ പേസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല, പക്ഷേ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രൊഫൈലിലും കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഇത് തന്നെ യൂസ് ചെയ്യണോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് വൺ ടൈം എങ്കിലും ഇതൊരു കുറേ പേര് എനിക്ക് ഇങ്ങനെ ബോക്സ് വരുമ്പോൾ ഇത് പെയ്ഡ് ആണോ അതോ മേടിക്കുന്നതാണോ അതോ വാങ്ങിക്കുന്നതാണോ. ഞാൻ ജാക്കറ്റ് എൻ്റെ ആദ്യത്തെ ജാക്കറ്റ് ഒഴിച്ച് വേറെ ഒന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വേറെ നമുക്ക് പേയ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർലി ഒരു കാറ്റഗറി, അതായത് ട്രാവൽ ആൻഡ് കണ്ടൻറ് ക്രിയേഷനിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് നമ്മളെ തേടി വരും, നല്ല കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാം. ബൈക്കേഴ്സിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള പോസ്റ്റ്, അതായത് നമ്മൾ റാഷ് ഡ്രൈവിങ് അല്ലെങ്കിൽ സ്റ്റണ്ട് കാണിക്കുന്ന അങ്ങനത്തെ വീഡിയോസ് അറ്റ്ലീസ്റ്റ് കണ്ടൻറ്റ്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ആൾ 10K അല്ലെങ്കിൽ 50K ഉണ്ടെങ്കിലും നമുക്ക് അങ്ങനത്തെ ഒരു പ്രൊമോഷൻസ് കമ്പനിയുടെ സൈഡിൽ നിന്ന് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ അത്യാവശ്യം ഡീസൻ്റായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി 1-2 കമ്പനീസ് നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും അതിൻ്റെ പ്രൊമോഷൻസ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും. നമ്മളപ്പോൾ അതുകൊണ്ട് വേറെ നമ്മുടെ റൈഡ് ആൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിനകത്ത്. എൻ്റെ ചാനലിലാണെങ്കിലും ഞാൻ ചെയ്യുന്ന പ്രോഡക്ട്സും എൻ്റെ ചാനലിൽ ഇതിന് മുമ്പ് ഞാൻ റിവ്യൂ ചെയ്ത പ്രോഡക്ട്സും മോസ്റ്റ്ലി എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സപ്പോസ് ഒരു ഇൻഫ്ലുവൻസർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കാറ്റഗറിയിൽ, അതായത് റൈഡിങ് ആൻഡ് അല്ലെങ്കിൽ ഒരു ഓഫ് റോഡിങ് കാറ്റഗറി. അപ്പോൾ നിങ്ങൾക്ക് അതേപോലെ തന്നെ ഒരു നീഷ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു നീഷിന് ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കാറ്റഗറിനെ, നിങ്ങളിപ്പോൾ ഫോട്ടോഗ്രാഫി ആണെങ്കിൽ ഫോട്ടോഗ്രാഫി, ഡ്രോൺ ഷോട്ട്സ് ആണെങ്കിൽ ഡ്രോൺ ഷോട്ട്സ്, അല്ലെങ്കിൽ നിങ്ങൾ ആക്ടിങ് വീഡിയോസ് ആണെങ്കിൽ ആക്ടിങ് വീഡിയോസ്, എന്താണ് ചെയ്യുന്നത് ആ ഒരു പർട്ടിക്കുലർലി ടോപ്പിക്കിൽ തന്നെ സ്റ്റിക്ക് ചെയ്യാൻ നോക്കുക. ഇന്നിപ്പോൾ ആക്ടിങ് ചെയ്തു, നാളെ റൈഡ് ചെയ്തു, പിറ്റേ ദിവസം ഡ്രോൺ ഷോട്ട് എടുത്തു, അത് അങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടെ പ്രൊഫൈൽ ആരെങ്കിലും ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ പല ടൈപ്സ് ഓഫ് കണ്ടൻറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അട്രാക്റ്റഡ് ആയിരിക്കില്ല. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒരു ബേസിക് ഡീറ്റെയിൽസ് പറഞ്ഞെന്നുള്ളൂ. ഇതിൽ കുറേ കാര്യങ്ങൾ ഇൻഡെപ്തായിട്ട് കുറേ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നത് നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു വർക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് ആർക്കും അങ്ങനെ കിട്ടിത്തുടങ്ങുന്നില്ല. എനിക്ക് കുറേ കാലത്തിനുള്ള റൈഡിനൊക്കെ ശേഷമാണ് കിട്ടിത്തുടങ്ങിയത്. മീൻസ് എന്തെങ്കിലും പ്രോഡക്റ്റ്സ് ഒക്കെ അവർ അയച്ചു തരാൻ തുടങ്ങിയത്. അത് നമ്മൾ കുറേ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതിനെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുണ്ട്, അതായത് ഭാവിയിൽ ഒരു റൈഡറായി മാറാൻ താല്പര്യമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഞാൻ പണ്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വിട്ടൊരു വീഡിയോ ആണ്. കാരണം എനിക്ക് കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ, അതായത് 10,000 മേലെയുള്ള ആൾക്കാർ വരെ കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് പ്രോഡക്ട്സും പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു അൺബോക്സിങ്. ഇത് എന്തുകൊണ്ടാണ് കിട്ടിയത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ കൂടുതൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM അല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്താലാണ് കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ നമ്മുടെ യൂട്യൂബിൻ്റെ അൽഗോരിതം എത്തിക്കുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൻ്റെ അൽഗോരിതം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ യൂട്യൂബിൻ്റെ അൽഗോരിതം കംപ്ലീറ്റ്ലി നമ്മുടെ വ്യൂവേഴ്സിനെ ഡിപ്പെൻഡൻ്റ് ആണ്. നിങ്ങൾ ലൈക്ക് ചെയ്യുക, വീഡിയോ നല്ലതാണെങ്കിൽ നല്ലൊരു കമൻറ്റ് ഇടുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു ചീത്ത കമൻറ്റ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു കമൻറ്റ് ഇടുക. വേറെ നല്ല വീഡിയോസ്, ഓഫ് റോഡ് വീഡിയോസ് ഇപ്പോൾ 2-3 റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.